നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. താരസംഘടന അമ്മയുടെ വാർഷിക പൊതുയോഗവും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വാർത്ത വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 25 വർഷക്കാലമായി താരസംഘടനയുടെ ഭാരവാഹിയായിരുന്ന ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നു എന്നതാണ് ഇത്തവണത്തെ വാർഷിക പൊതുയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ എടുത്തു പറയുന്നത്. 25 വർഷത്തോളമാണ് അമ്മയുടെ വിവിധ സ്ഥാനങ്ങളിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 1994 അമ്മ രൂപീകരിച്ച ശേഷം 3ാം ഭരണസമിതിയിലാണ് ഇടവേള ബാബു ജോയിൻറ്റ് സെക്രട്ടറിയായി സ്ഥാനം വയ്ക്കുന്നത്. പിന്നീടുള്ള ഭരണസമിതിയിലെല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറിയായി നീണ്ട കാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ച് ഈ തവണ പടിയിറങ്ങിയാണ്. അമ്മയിൽ നിന്നും പടിയിറങ്ങുന്നു. അത് ഏറെ ശ്രദ്ധേയമായി ഒരു ചർച്ച തന്നെ ഉണ്ടാകും ജനറൽ ബോഡിക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താരസംഘടനയുടെ തലപ്പത്തേക്ക് താരസംഘടന നയിക്കാൻ മോഹൻലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കൃത്യമായി പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കൃത്യമായി തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എടുത്ത് കാണേണ്ട 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മോഹൻലാൽ മത്സരരംഗത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു 3 പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മോഹൻലാൽ മത്സരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയില്ല. 3 പേര് പത്രിക സമർപ്പിച്ചു. ഒന്ന് ജയൻ ചേർത്തല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചു. അതോടൊപ്പം തന്നെയാണ് അനൂപ് ചന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള പത്രിക സമർപ്പിച്ചു. പിന്നീട് മോഹൻലാൽ മത്സരരംഗത്തേക്കുണ്ട് എന്നറിഞ്ഞപ്പോൾ വലിയ രീതിയിൽ താരങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായി. മോഹൻലാലിനെതിരെ മത്സരിക്കുന്നു എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ ഇവർ നിർബന്ധം താരസംഘടനയിൽ നിന്നുണ്ടായി. അതോടുകൂടി ഇവർ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക പിൻവലിക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും മോഹൻലാലിനെ പോലെയുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ ഈ സംഘടനയെ നയിക്കാൻ അത്രയും കൽപ്പുള്ള ഒരു വ്യക്തി, മമ്മൂട്ടിയും മോഹൻലാലുമാണ് ഈ താരസംഘടന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വഹിക്കാൻ ഏറ്റവും യോഗ്യന്മാരായ എന്ന കാര്യത്തിൽ ആരും സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ അവർക്കെതിരെ ഒരു മത്സരം ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ഒരു തീരുമാനം എല്ലാ ഇടങ്ങളിലും മുഴങ്ങിക്കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പത്രിക പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കുക്കു പരമേശ്വരനും അതോടൊപ്പം തന്നെ ഉണ്ണി ശിവപാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. കുക്കു പരമേശ്വരൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുത്തതിന് ശേഷം അത് പിൻവലിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊടുക്കുന്നു. അവിടെയാണ് സിദ്ദീഖ് മത്സരിക്കുന്നത്. സിദ്ദീഖും കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും മത്സരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ജയൻ ചേർത്തല പ്രസിഡന്റ് സ്ഥാനം പിൻവലിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തേക്ക് വരികയാണ്. അവിടെ ജഗദീഷും മഞ്ജു പിള്ളയും മത്സരിക്കുന്നു എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് കൃത്യമായി തന്നെ അത് ഇപ്പോൾ സംഘടന ഇത് പുറത്ത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മത്സരം അത്രയും രീതിയിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായി 11 പേരാണ് ബൈലോ പ്രകാരം വേണ്ടത്. അതിൽ ബൈലോ പ്രകാരം പറയുന്നത് 4 വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പം ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത ജയിക്കണം. അവിടെ ജയിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. അവിടെ വരുന്നത് മഞ്ജു പിള്ളയും ജഗദീഷും ജയൻ ചേർത്തലുമാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു വനിത വിജയിച്ച് വരണം. അല്ലെങ്കിൽ മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികളായിട്ട് വനിതകൾ മത്സരിക്കുന്നുണ്ട്. ഇവരെ 4 പേര് വനിതകൾ ഉണ്ടാകണമെന്ന് ബൈലോയിൽ പറയുന്നുണ്ട്. അത് ജയം എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കണ്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ജയിച്ച് വന്നാലാണ് ഈ ചിലപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പറിലേക്ക് ആരൊക്കെയാണ് ജയിക്കണമെന്ന് കാത്തിരുന്ന് കാണണം. 11 അംഗമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. 11 പേര് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ആകുന്നതിൽ 12 പേര് മത്സരം 13 പേര് പത്രിക നൽകി രചന നാരായണൻകുട്ടി പിൻവലിച്ചതോടുകൂടി 12 പേര് മത്സരരംഗത്തുണ്ട്. ആ മത്സരരംഗത്തുള്ള ആളുകളുടെ പേര് വിവരം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവിടെയും വനിതകൾ മത്സരിക്കുന്നുണ്ട്. സരിയു മത്സരിക്കുന്നു, അനന്യ മത്സരിക്കുന്നുണ്ട്, അങ്ങനെ അൻസിബ മത്സരിക്കുന്നുണ്ട്. പറഞ്ഞ അവർ 3 പേരാണ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. 5 വനിതകൾ മത്സരരംഗത്തുണ്ട്. 3 പേര് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കും 2 പേര് ഔദ്യോഗിക സ്ഥാനത്തേക്കും. ഒന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. 4 വനിതകളുടെ പ്രാതിനിധ്യം വേണമെന്നാണ് ബൈലോ പ്രകാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ചിലപ്പം ഈ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ മാറ്റേണ്ടതായി വരും എന്ന് പറയാൻ ഒരു കാരണമുണ്ടായത്. മറ്റ് ഭാരവാഹികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സരിക്കുന്നവർ ജോയ് മാത്യു മത്സരിക്കുന്നുണ്ട്, കലാഭവൻ ഷാജോൺ മത്സരിക്കുന്നുണ്ട്, രമേശ് പിഷാരടി മത്സരിക്കുന്നുണ്ട്, ഡോക്ടർ റോണി മത്സരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സുരാജ് വെഞ്ഞാറമൂട് മത്സരിക്കുന്നുണ്ട്, സുരേഷ് കൃഷ്ണ മത്സരിക്കുന്നുണ്ട്, ടോവിനോ തോമസ് മത്സരിക്കുന്നുണ്ട്, ടിനി ടോം മത്സരിക്കുന്നുണ്ട്,
വിനു മോഹനും മത്സരിക്കുന്നത്. അങ്ങനെ 12 പേര് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ ബാബുരാജ് മത്സരിക്കുന്ന സ്ഥാനത്തേക്കാണ്, ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് അനൂപ് ചന്ദ്രൻ വന്നിരിക്കുന്നത്. അനൂപ് ചന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ച് അത് പിൻവലിച്ചുകൊണ്ട് ജോയിൻറ്റ് സെക്രട്ടറി മത്സരിക്കുന്നുണ്ട്. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും ഈ അനൂപ് ചന്ദ്രനും മത്സരിക്കുന്നു. എന്തായാലും മത്സരം കടുത്ത മത്സരത്തിലേക്ക് തന്നെ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേര് പത്രിക കൊടുക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം മോഹൻലാൽ മത്സരിക്കുന്നുണ്ട് എന്ന് അറിയാതെയാണ് ഇവർ നൽകിയതെന്ന് ഇവർ പറയുന്നു ചില ആളുകൾ. എന്നാൽ അറിഞ്ഞുകൊണ്ടാണ് ഇവർ കൊടുത്തത്. പിന്നെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അത്രമാത്രം സിനിമ സംഘടനയുടെ ഇടയിൽ, താരസംഘടനകളിൽ ആളുകൾ സംസാരമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മോഹൻലാൽ തന്നെയായിരിക്കും ഈ സംഘടനയെ നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. 30-ാം തീയതിയാണ് ജനറൽ ബോഡി കൂടുന്നത്. അന്നാണ് ഇലക്ഷൻ പ്രക്രിയ നടക്കുന്നത്. രാവിലെ 11 മണി മുതൽ വോട്ടിംഗ് പ്രക്രിയയെ പോകും. അതിനിടയ്ക്ക് വാർഷിക പൊതുയോഗം അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കും. വോട്ടിങ്ങിന് ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് കാര്യങ്ങൾ കൃത്യമായി പറയുന്നത്, പ്രഖ്യാപനം ഉണ്ടാവുക. അന്ന് ഔദ്യോഗികമായി സ്ഥാനം ഏറ്റവരെ, നിലവിലെ സ്ഥാനം നിന്നും പിന്മാറുന്നവർ ഔദ്യോഗിക സ്ഥാനത്തിലേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. കാരണം ഒത്തിരി ബാധ്യതകൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമുണ്ട്. കാരണം പുതിയ പെൻഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ മുടങ്ങാതെ നൽകണം. അതിനുള്ള വരുമാന മാർഗ്ഗങ്ങൾ അമ്മ സംഘടനയിൽ കണ്ടെത്തണം. ഇത്തരം കാര്യങ്ങളെല്ലാം പോകണം. എന്തായാലും ഏറ്റവും പ്രാധാന്യമായി നമ്മൾ കാണുന്നത് ഇത്തവണ ഇടവേള ബാബു ഇല്ലാത്ത ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് പോലും മത്സരിക്കാതെ ഇടവേള ബാബു പൂർണ്ണമായി താരസംഘടനയിൽ മാറി നിൽക്കുന്നു. ആ താരസംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്ന ഇടവേള ബാബുവിൻ്റെ ഒരു വിടവാങ്ങൽ പ്രസംഗം ഉൾപ്പെടെ ജനറൽ ബോഡി മീറ്റിങ്ങുകളുണ്ടാകും. അതൊരു വിടവാങ്ങൽ തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വിടവ് കൃത്യമായി തന്നെ പരിഗണിക്കാൻ വേണ്ടിയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിക്കുന്നവർക്ക് കഴിയേണ്ടത്. അത് കാത്തിരുന്ന് കാണണം. എന്തായാലും ഇടവേള ബാബു ഇല്ലാത്ത ഒരു ആദ്യ യോഗം അടുത്ത വർഷം ഉണ്ടാകുമ്പോൾ ആദ്യ യോഗം ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഒരു കാഴ്ചക്കാരനെ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒട്ടവകാശമുള്ള ഒരു വ്യക്തിയെ പോലെ മാറിയിരുന്ന് കാണേണ്ട ഒരു സാഹചര്യം ഇടവേള ബാബു ഉണ്ടാവും. ഇടവേള ബാബു ഇല്ലാത്ത ഒരു ഇലക്ഷനാണ് ഇപ്പോൾ 30-ാം തീയതി നടക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് 30-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഇതിൻ്റെ ഫലമറിയാൻ കഴിയും.